കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ BA ടെസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് അത് എന്താന്ന് ചോദിച്ചു കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ പോലീസുകാർ നമ്മൾ നിർത്തി ഊതിക്കാറില്ല. ആ സെയിം സംഭവമാണിത്, ബ്രെത്ത് അനലൈസർ ടെസ്റ്റ്. ഓരോ ദിവസത്തെ നമ്മുടെ ഡ്യൂട്ടിക്ക് മുൻപും എല്ലാ ക്രൂ മെമ്പറും BA ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കും. ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് ആൽക്കഹോളിന്റെയോ മറ്റേതെങ്കിലും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെയോ ഇൻഫ്ലുവൻസിൽ അല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ അത് ചെയ്യാൻ മറന്നുപോയാലോ അല്ലെങ്കിൽ BA പോസിറ്റീവ് ആയാലോ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ട് കേട്ടോ. 3 മാസം മുതൽ 3 വർഷം വരെ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ചില സിറ്റുവേഷനുകളിൽ നമ്മുടെ കരിയറിനോട് തന്നെ എന്നേക്കുമായി ടാറ്റ ബൈ ബൈ പറയേണ്ടി വരും. ഇനിയിപ്പോ ആൽക്കഹോൾ കഴിച്ചാൽ മാത്രമല്ല നമ്മൾ BA പോസിറ്റീവ് ആകുന്നത് കേട്ടോ. ചിലപ്പോഴൊക്കെ ഫോൾസ് BA പോസിറ്റീവ് ആകാറുണ്ട്. അതായത് BA ടെസ്റ്റിന് തൊട്ട് മുമ്പ് സാനിറ്റൈസർ, കഫ് സിറപ്പ്, പെർഫ്യൂം, നെയിൽ പോളിഷ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മളെ ഫോൾസ് BA പോസിറ്റീവ് ആക്കാൻ സാധ്യതയുണ്ട്. BA ടെസ്റ്റിന് തൊട്ട് മുമ്പ് നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ BA പോസിറ്റീവ് ആയ ഏവിയേഷൻ സേഫ്റ്റിയോടുള്ള ഒരു ബിഗ് സീരിയസ് വയലേഷൻ ആയിട്ടാണ് അവർ ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് അവർ എടുക്കുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.